വിശുദ്ധനായ ദൈവം അശുദ്ധനായ കുഷ്ഠരോഗിയെ തൊട്ടപ്പോൾ, അശുദ്ധനായ കുഷ്ഠരോഗിയുടെ കാര്യം മാത്രം പോട്ടെ, 12 വർഷമായി ബ്ലീഡിങ്, രക്തസ്രവം അസുഖത്താൽ ബാധിതയായിരുന്ന ഒരു സ്ത്രീ, അവളെ യേശു പോയി തൊട്ടതല്ല, പക്ഷേ ആരും അറിയാതെ അവൾ എന്ത് ചെയ്തു? യേശുവിനെ ഒന്ന് തൊട്ടു. പക്ഷെ എന്താ സംഭവിച്ചത്? യേശുവിൻ്റെ സ്പർശനം അവൾക്ക് ഉണ്ടായ അതേ സന്ദർഭത്തിൽ അവളുടെ രോഗം മാറുകയാണ്, അവൾ ശുദ്ധയായി തീരുകയാണ്. നോക്ക്, ഇതാണ് യേശുവും മറ്റുള്ള വ്യക്തികളുമായും മറ്റുള്ള റിലീജിയസ് ലീഡേഴ്സുമായിട്ടും റിലീജിയസ് അല്ലെങ്കിൽ മതപരമായി നമ്മൾ ചിന്തിക്കുന്ന ആളുകളുമായിട്ടൊക്കെയുള്ള വ്യത്യാസം. ഇതാണ് യേശു അശുദ്ധരായ ആളുകളുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തയ്യാറാണെന്ന് തന്നെയല്ല, എന്തിനാണ് ഇറങ്ങിച്ചെല്ലുന്നത് ചോദിച്ചാൽ അവരെ ശുദ്ധരാക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരുമായ സകല ആളുകളും, ഈവൻ വെൻ ദേ ആർ അൺക്ലീൻ പീപ്പിൾ, അവർ അശുദ്ധരായിരിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു? അവർ ശുദ്ധരായിത്തീരുന്നു. ഇത് ശാരീരികമായ അസുഖത്തിൻ്റെ മാത്രം കാര്യമല്ല. ഇതേപോലെ തന്നെ അശുദ്ധരായ വ്യക്തികളെ, നമ്മളൊന്നും അത്ര വിശുദ്ധരായിട്ടൊന്നും അല്ലല്ലോ ജീവിച്ചത്, നമുക്ക് നമ്മളെ അറിയാമല്ലോ അല്ലേ? അല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നും നീ ഒരു പാപിയാണെന്നൊന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിനുവേണ്ടി ശ്ലോകമൊന്നും ചൊല്ലേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്കറിയത്തില്ല, നമ്മുടെ ഹൃദയത്തിൽ അറിയാം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളത്. വി ആർ അൺക്ലീൻ പീപ്പിൾ. നമ്മൾ അശുദ്ധരായ, പാപത്തിൽ മുഴുകി ജീവിക്കുന്നവരായ, അസൂയയും പകയും പിണക്കവും, നമ്മൾ പറയുന്നത് ഞാൻ അത്ര പാപം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെയും കൊന്നിട്ടില്ലെന്നൊക്കെ പറയുന്നതൊക്കെയാണ്. പാപം എന്ന് പറയുമ്പോഴത്തേക്ക് അത് മാത്രമൊന്നുമല്ല. പാപം എന്ന് പറയുമ്പോൾ സഹോദരനെ സ്നേഹിക്കാത്തത് പാപമാണ്, അസൂയ പാപമാണ്, പക, പിണക്കം, കോപം, ക്രോധം, ശാഠ്യം, അതൊക്കെ പാപമാണെങ്കിൽ നമ്മൾ എവിടെയാണ് കിടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള അശുദ്ധരായ ആളുകളെ യേശു കർത്താവ് ഒരിക്കലും മാറ്റി നിർത്തുന്നില്ല. അവരെ സ്പർശിക്കുവാൻ യേശു കർത്താവ് തയ്യാറാണ് എന്ന് തന്നെയല്ല, യേശുവിൻ്റെ സ്പർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവരുടെ പാപവും അവരുടെ ശാപവും എല്ലാം മാറി അവരെ ശുദ്ധരായി തീരുന്നതാണ്. 37 വർഷം മുമ്പ് ഇതേപോലെ തന്നെ അശുദ്ധനായിരുന്ന, 37 വർഷം മുമ്പെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഐ വാസ് ഒരു ടീനേജ് ബോയ് ആയിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ യേശു എന്നെ സ്പർശിച്ചതാണ് എന്നെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തിയത്, എൻ്റെ ജീവിതത്തിന് രൂപാന്തരം വരുത്തിയത്, എനിക്ക് വിശുദ്ധി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. അതിനു മുമ്പ് എനിക്ക് അശുദ്ധി അതെനിക്ക് അങ്ങനെ ഒരു എന്താണെന്നുള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ വിശുദ്ധി എന്താണെന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ സങ്കല്പങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട്. എന്നാൽ യേശു എൻ്റെ ജീവിതത്തിൽ ചെയ്തതായിട്ടുള്ള ആ കാര്യം ഇന്നും എനിക്ക് മറക്കാനായിട്ട് പറ്റത്തില്ല. യേശു എന്നെ സ്പർശിച്ചപ്പോൾ എൻ്റെ ജീവിതം ആകമാനമായിട്ട് രൂപാന്തരപ്പെട്ടു. 10th കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് പഠിച്ചതൊന്നും ഇവിടെയല്ല. ഞാൻ പഠിച്ച സാഹചര്യം എന്നൊക്കെ പറയുന്നത് വളരെ മോശമായി ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുടെയും മധ്യത്തിലാണ് സിറ്റികളിൽ ഞാൻ താമസിച്ചതും പഠിച്ചതുമെല്ലാം. പക്ഷെ അവിടെയൊക്കെ യേശുവിൻ്റെ കരസ്പർശനം ഏറ്റതുകൊണ്ട് മാത്രമാണ് എനിക്ക് വ്യത്യസ്തമായി ജീവിക്കാനായിട്ട് പറ്റിയത്. അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ഒരു പശ്ചാത്തലമൊന്നും ആയിരുന്നില്ല എനിക്കുണ്ടായിരുന്നത്. പക്ഷേ യേശുവിൻ്റെ സ്പർശനം അശുദ്ധിയിൽ ജീവിച്ചിരുന്ന എനിക്ക് ഒരു വിശുദ്ധ സ്പർശനമായി എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത് തിരിച്ചറിയാനായിട്ട് പറ്റി. യേശുവിൻ്റെ സ്പർശനം അല്ലെങ്കിൽ യേശുവിൻ്റെ പാദസ്പർശനം ഏൽക്കുന്ന ഏത് സ്ഥലവും, എരിഹോ ശപിക്കപ്പെട്ട നഗരമാണെങ്കിലും യേശുവിൻ്റെ പാദസ്പർശനം ഏൽക്കുമ്പോൾ ശരിക്കും എരിഹോവിൽ ഒരു അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടുകയാണ്. പിന്നെ അവിടെ ശാപമില്ല. യേശുവിൻ്റെ സ്പർശനം ഉണ്ടായിക്കഴിഞ്ഞ് പിന്നെ ആരും വന്ന് നിങ്ങളോട് നിങ്ങൾ ശാപത്തിൻ്റെ കീഴിലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണ്ട. ഇവിടെ ഇപ്പോൾ അങ്ങനെ പറയുന്ന ഒത്തിരി പേരുണ്ട്, നിങ്ങൾ യേശുവിൻ്റെ പിന്നാലെ പോയാലും പിന്നെയും തലമുറകളായിട്ട് കിടക്കുന്ന ശാപം കിടപ്പുണ്ടെന്നൊക്കെ. അങ്ങനൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറയാം, യേശുവിൻ്റെ ഒരു കരസ്പർശനം ഏറ്റുകഴിഞ്ഞാൽ നിങ്ങളുടെ 7 തലമുറകൾക്ക് മുമ്പിലുള്ള ശാപം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതെല്ലാം പോവുകയാണ്. യു ആർ ടോട്ടലി റിഡീംഡ്, ടോട്ടലി റിലീസ്ഡ്, യു ആർ ടോട്ടലി ഫ്രീ. നിങ്ങൾ പൂർണ്ണമായിട്ടും സ്വതന്ത്രരായി തീരുകയാണ്. അതുകൊണ്ട് നിങ്ങൾ യേശുവിൻ്റെ സ്പർശനം ഏറ്റിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചോദ്യം. കാരണം യേശു സ്പർശിച്ച ഒന്നും പിന്നീട് ശാപത്തിൻ്റെ കീഴിലല്ല. യേശു സ്പർശിച്ച ആരും പിന്നീട് ശാപത്തിൻ്റെ കീഴിലല്ല. യേശു സ്പർശിച്ച ആരും പിന്നീട് അശുദ്ധിയുടെ കീഴിലല്ല. യേശു സ്പർശിച്ച ആരും പിന്നീട് ലോകത്തിൻ്റെ പിടിയിലല്ല, പാപത്തിൻ്റെ പിടിയിലല്ല. അവർക്ക് സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിരിക്കുകയാണ്. വീണ്ടും വേണമെങ്കിൽ അവർക്ക് പാപത്തിലേക്ക് പോകാമായിരിക്കാം, പക്ഷേ അവർക്ക് പാപത്തിൽ നിന്നുള്ള വിടുതൽ തീർച്ചയായിട്ടും ദൈവം കൊടുത്തിട്ടുണ്ട്, ശാപത്തിൽ നിന്നുള്ള വിടുതൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ കരസ്പർശനമാണ് ഒരു നാടിനെയും ഒരു വീടിനെയും ഒരു കുടുംബത്തെയും ഒരു ജീവിതത്തെയും ഒരു വ്യക്തിയെയും വ്യത്യസ്തരാക്കി തീർക്കുന്നത്. യേശുവിൻ്റെ കരസ്പർശനം ഏറ്റതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബത്തിൽ സമാധാനം അനുഭവിക്കുന്നത്. ഞാൻ എൻ്റെ കുടുംബത്തിൽ സമാധാനം, ഇന്ന് ഞാനും എൻ്റെ നാട്ടിലാണ് ഞാൻ നിൽക്കുന്നത്, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 3 കുഞ്ഞുങ്ങളും ഒരുമിച്ച് ഇവിടെ ഇരിപ്പുണ്ട്.
അതുകൊണ്ട് എനിക്ക് അവരെ ഒളിച്ചൊരു കാര്യം പറയാൻ പറ്റത്തില്ല. എനിക്ക് നിങ്ങളെ ഒളിക്കാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾ എൻ്റെ അടുത്ത ആളുകളല്ലേ, എൻ്റെ നാട്ടുകാരല്ലേ. എനിക്കിവിടെ ഞാൻ ആഫ്രിക്കയിൽ പോയി പ്രസംഗിക്കുന്ന പോലെ എനിക്ക് ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ പറ്റത്തില്ലല്ലോ, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുമ്പോൾ എനിക്ക് ഒരിക്കലും, ഞാൻ എങ്ങും പോയി കള്ളം പറയത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ ഏതൊരു വാക്ക് പറഞ്ഞാലും നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നാളെ നിൽക്കേണ്ടവനാണ് എന്നുള്ള ബോധ്യത്തോടു കൂടെ തന്നെയാണ് ഞാൻ പറയുന്നത്. ആ യേശുവിൻ്റെ കരസ്പർശനം എൻ്റെ ജീവിതത്തിന് എത്രത്തോളം വ്യത്യാസം ഉണ്ടാക്കി എന്നുള്ളത്, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ നിരന്തരമായിട്ടുള്ള മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകളിൽ, സ്വഭാവത്തിൽ എനിക്കത് തീർച്ചയായിട്ടും വ്യത്യസ്തമായി മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ സക്കായിയെ നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇവൻ ലളിത മനസ്കനായ ഒരു വ്യക്തിയാണ്, അവൻ ധനികനാണ്. പക്ഷേ ധനം കൊണ്ട് അവൻ തൃപ്തനായില്ല. ധനം കൊണ്ട് തൃപ്തനായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും യേശുവിൻ്റെ പിന്നാലെ പോകാനായിട്ട് ആഗ്രഹിക്കുമായിരുന്നില്ല. അവന് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. ഹി വാസ് എ ചീഫ് ടാക്സ് കളക്ടർ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ചുങ്കക്കാരിൽ പ്രധാനി എന്ന് പറയുമ്പോഴത്തേക്ക് ടാക്സ് കളക്ടർ ആയിരുന്നെന്നല്ല, അവൻ്റെ കീഴിലായിരുന്നു ബാക്കിയുള്ള ടാക്സ് കളക്ടേഴ്സ്. അപ്പോൾ അതിൻ്റെ അർത്ഥം സമൂഹത്തിലെ ഉന്നതമായ ഒരു ഉദ്യോഗം അവൻ വഹിച്ചിരുന്നു. അവന് പണം ധാരാളമുണ്ടായിരുന്നു. പക്ഷേ അധികാരമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നെങ്കിലും എല്ലാത്തിൻ്റെയും അവസാന വാക്ക് അധികാരമാണെന്ന് അവൻ ചിന്തിച്ചിരുന്നില്ല. നമ്മുടെയൊക്കെ ഒരു ചിന്ത എന്ന് പറയുന്നത് പണമുള്ളവനും അധികാരമുള്ളവനും ഒക്കെ സംതൃപ്തരായിരിക്കുന്ന, അത് ഒരു തെറ്റായ ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇതില്ലാത്ത ആളുകൾക്ക് ചിലപ്പം പലപ്പോഴും ഉണ്ടാകുന്നൊരു വലിയ പ്രശ്നം ഇതാണ്. ധനമില്ലാത്ത ആളുകളുടെ ചിന്ത, ധനമില്ലാത്തവരാണെന്ന് എല്ലാവരും പറയുന്നത്, എല്ലാവരുടെയും ചിന്ത നമ്മൾ പാവങ്ങളാണെന്ന കാര്യം. നമ്മളെപ്പോഴും നോക്കുന്നത് നമ്മളെക്കാൾ ഉയർന്ന ജീവിതാനുഭവം ഉള്ളവരോടാണ്. അല്ലെങ്കിൽ അവരെ നോക്കിയാണ് നമ്മൾ പറയുന്നത് ഞാനൊരു പാവപ്പെട്ടവനാണെന്ന്. നമുക്ക് ജീവിക്കാനില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ ധാരാളം പാവപ്പെട്ടവരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ഞാൻ ധനികനാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള നല്ലൊരു ശതമാനം ആളുകളും എന്നേക്കാൾ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ്. നമ്മൾ ആരെ നോക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ വിഷയം എന്ന് പറയുന്നത്. നമ്മൾ ധനികനാണോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ, നമുക്ക് സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ, നമ്മളെക്കാൾ ഉയർന്നവരെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സംതൃപ്തി ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മറ്റുള്ളവരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഞാനൊരു കവിതയുടെ ഒരു ചെറിയൊരു ഭാഗമാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: കാലുകളില്ലാത്തവരെ കാണുന്നത് വരെയും ഞാൻ എൻ്റെ ഷൂസിന് വേണ്ടി വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നെന്ന്. കാലുകളില്ലാത്തവരെ കാണുന്നത് വരെയും ഞാൻ എൻ്റെ ഷൂസിന് വേണ്ടി വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നു. നമുക്ക് നൈക്കിയുടെ ഷൂ ആണോ അഡിഡാസിൻ്റെ ഷൂ ആണോ വേണ്ടത് എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അതിനെക്കുറിച്ച് വഴക്കുണ്ടാക്കുമ്പോഴാണ് നമ്മൾ കാലുകളില്ലാത്ത ആളുകളെക്കുറിച്ച്, അല്ലെങ്കിൽ അവരെ കാണാൻ കഴിയുമ്പോഴത്തേക്ക്. എപ്പോഴും ഞാൻ ധനികനാണ് എന്നെനിക്ക് തോന്നുന്നതിന് കാരണം ഞാൻ എപ്പോഴും നോക്കുന്നത്, കാണുന്നത് എന്നേക്കാൾ കുറഞ്ഞവരായ, അല്ലെങ്കിൽ എന്നേക്കാൾ ദരിദ്രരായ ആളുകളെ നിങ്ങളൊന്ന് നോക്കിക്കോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്കുള്ള കാര്യത്തെക്കുറിച്ച് ഉള്ളതുകൊണ്ട് തൃപ്തരാകുവാനായിട്ട് കഴിയും. ഈ സക്കായിയെ സംബന്ധിച്ചിടത്തോളം അവൻ ധനികനായിരുന്നു. പക്ഷേ ധനം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എപ്പോഴും നമുക്ക് സംതൃപ്തി തരുന്നൊരു കാര്യമല്ല. ഒരു പരിധിവരെ ധനമാണ് നമുക്ക് സംതൃപ്തി തരാത്തത് എന്ന് നമുക്ക് തോന്നാറുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ആർ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു വാചകം എൻ്റെ മനസ്സിൽ പലപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം പറഞ്ഞത്, there is a big difference between rich people and poor people. The rich people eat well and poor people sleep well. ഒരു വ്യത്യാസമുണ്ട് ധനികരായ ആളുകളും ദരിദ്രരായ ആളുകളും തമ്മിൽ. ധനികരായ ആളുകൾ നന്നായിട്ട് വല്ലതൊക്കെ തിന്നുന്നു, ദരിദ്രരായ ആളുകൾ നന്നായിട്ട് ഉറങ്ങുന്നു. ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ ധനികരും ദരിദ്രരും തമ്മിൽ. നമ്മുടെയൊക്കെ ചിന്ത നന്നായിട്ട് തിന്നാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പ്രഷ്യസ് പീപ്പിൾ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. എത്ര വലുതായിട്ട് തിന്നാലും ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാലും ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ഫുഡിനെല്ലാം കൂടെ കൊടുത്താൽ ഒരു പ്രാവശ്യത്തേക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും റിച്ചായിട്ടുള്ള ഫുഡ് ലോകത്തിൽ പല സ്ഥലങ്ങളിലുമുണ്ട്, പല ഹോട്ടൽസിനുമുണ്ട്. ആ ഹോട്ടലുകളിൽ കയറി ഫുഡ് കഴിച്ചാലും പിറ്റേ ദിവസം ആകുമ്പോൾ നമുക്ക് വിശക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ എത്ര നന്നായിട്ട് ഫുഡ് കഴിച്ചാലും എത്ര പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതൊന്നും നമുക്ക് സമാധാനം ഉണ്ടാക്കുന്നില്ല. ഒരു പരിധി വരെ പണമാണ് നമ്മുടെ സമാധാനം കെടുത്തിക്കളയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ധനികനായ ഒരു വ്യക്തിയും അയാളുടെ ഭാര്യയും തമ്മിൽ ഉണ്ടായ ഒരു സംസാരം, നൂറുകണക്കിന് ആടുകൾ അയാൾക്ക്, ഒരു പഴയ ഒരു സ്റ്റോറിയാണ്. നൂറുകണക്കിന് ആടുകൾ സ്വന്തമായിട്ടുണ്ട്. ഇതിനെ വളർത്താനായിട്ട് അല്ലെങ്കിൽ ഇതിനെ മേയിക്കുവാനായിട്ട് അയാൾക്കൊരു ആട്ടിടയനുണ്ട്. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, നമുക്ക് ഇത്രയും ധനമുണ്ടല്ലോ, എന്നാലും നമുക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, രാത്രിയിൽ ഉറക്കം പോലും വരുന്നില്ല. ഈ ആട്ടിടയനെ വൈകുന്നേരം എന്ത് ചെയ്യുന്നു, ഈ ആടുകളെല്ലാം ആലയിൽ കൊണ്ടിട്ടിട്ട് അതിൻ്റെ വാതിക്കലോട്ട് കിടന്ന് ഒറ്റ ഉറക്കമാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വീട്ടുടയവൻ്റെ ഭാര്യ, അതായത് വീട്ടിലെ കൊച്ചമ്മ, നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചമ്മ പറഞ്ഞു, അവനെ നോക്ക്, അവൻ സമാധാനമായിട്ട് കിടന്നുറങ്ങും. നമ്മളാണെ കിടന്നാൽ ഉറക്കം വരുന്നില്ല, ഇരുന്നിട്ട് ഉറക്കം വരുന്നില്ല, നമ്മൾ ഈ പട്ടുമത്തെ കിടന്നിട്ട് ഒരു കാര്യവും ഇല്ല. ആ ചെറുക്കൻ്റെ സമാധാനം നോക്ക്, എത്ര സമാധാനമായിട്ട് അവൻ ഉറങ്ങുന്നത്. അപ്പോൾ ഈ ഭർത്താവ് പറഞ്ഞു, അവൻ്റെ ഉറക്കം മുഴുവൻ കളയുന്ന ഒരു പരിപാടി ഞാൻ കാണിച്ചു തരാം. എന്താ നിങ്ങൾ കാണിക്കാൻ പോകുന്നത്? ഇല്ല, നാളെ രാവിലെ ആകട്ടെ എന്ന് പറഞ്ഞു. രാവിലെ ഇവനെ
ആടിനെ മേയ്ക്കാൻ പോകുന്ന സമയത്ത് അവനോട് പറഞ്ഞു, വൈകുന്നേരം നീ നേരത്തെ വരണം, നിനക്ക് തരാനായിട്ടൊരു സമ്മാനമുണ്ട് എന്ന് പറഞ്ഞു. വൈകുന്നേരം ഇവൻ വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നറിയാമോ, ഒരു ഗോൾഡ് കോയിൻ, ഒരു കോയിൻ അയാളുടെ എടുത്തിട്ട് പറഞ്ഞു, ഇത് ഞാൻ നിനക്ക് തരികയാണ്. നിനക്ക് ഇപ്പോഴത്തെ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ നിനക്ക് ഞാനിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം 1500 രൂപയാണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഗോൾഡ് കോയിൻ എന്ന് പറയുന്നത് ഇതിന് 25,000 രൂപ വില വരുന്നതാണ്. ഞാൻ മലയാളീകരിച്ച് പറയുകയാണ്. അപ്പോൾ 25,000 രൂപ എന്ന് പറയുമ്പോൾ നിൻ്റെ 2 വർഷത്തെ അല്ലെങ്കിൽ 1.5 വർഷത്തെ ശമ്പളമാണ്. ഇത് നീ എടുത്തു. ഇത് ശമ്പളമല്ല, നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരുന്നതാണ്. ഇത് നിനക്ക് ഞാൻ നീ എടുത്തു. ഈ ചെറുക്കൻ ഇത് കണ്ടിട്ട് ആകെപ്പാടെ വരണ്ടു പോയി. കാര്യം 25,000 രൂപയുടെ ഗോൾഡ് ഇവൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവൻ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇവൻ്റെ പ്രശ്നം ഇതെവിടെ സൂക്ഷിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ആദ്യം ഇവനിത് കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. ഉറങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ ഉറക്കം വരുന്നില്ല. കാര്യം ഉറക്കത്തിൽ കാണാൻ കയ്യും കാണാൻ നൂർന്നു പോയാലോ എന്നാണ് ഇവൻ്റെ പേടി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഇത് എന്ത് ചെയ്തു, പോക്കറ്റിലിട്ടിട്ട് കമന്നൊക്കെ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ചിന്തിച്ചു, ഇനി പോക്കറ്റിൽ നിന്ന് വല്ല താഴെ കാണാൻ പോയി ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ. അവൻ എണീറ്റ് കുറച്ച് നേരം ഇരുന്ന് ഇത് നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. കാര്യം ഇത് കളഞ്ഞു പോയാലോ എന്നുള്ളതാണ് ഇവൻ്റെ വലിയ പ്രശ്നം. ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ ഉടമസ്ഥനും ഭാര്യയും ഇരുന്നുകൊണ്ട് പറഞ്ഞു, നോക്കി കണ്ടില്ലേ, ഇവൻ്റെ സകല ഉറക്കവും കളയാൻ 1 പവൻ മതി. ഇവൻ്റെ സകല ഉറക്കവും കളയാൻ 1 പവൻ മതി. ഇതാണ് വാസ്തവത്തിൽ ധനികരായ ആളുകൾക്കുള്ള പ്രശ്നം. ഞാൻ പറയട്ടെ, സൂക്ഷിച്ചു വെക്കുന്നവന് ഒരിക്കലും ഉറക്കം ഉണ്ടാകത്തില്ല, അതിന് സംശയമൊന്നുമില്ല. നമ്മുടെയൊക്കെ സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന കാലമൊക്കെ കളഞ്ഞിട്ട് നമ്മളുടെ ഉറക്കത്തെ മുഴുവൻ കളഞ്ഞത് നമ്മളുടെ സമ്പാദ്യങ്ങളല്ലേ എന്ന് ഒന്ന് റീതിങ്ക് ചെയ്താൽ കൊള്ളാം. കുറിയന്നൂരുകാർക്കൊക്കെ സമ്പാദ്യം കുറഞ്ഞവരൊന്നും അല്ലല്ലോ, എനിക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ഉറക്കം കെടുത്തുന്നത് അത്. പക്ഷെ നമ്മുടെ ചിന്ത എന്നറിയാമോ, ഇച്ചിരൂടെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം സുഖമാണെന്ന് ചിന്തിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല പ്രിയമുള്ളവരെ. ഈ പണം ഒന്ന് പോയി കിട്ടിയാൽ വാസം പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരമായിരിക്കും നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നത്. അത് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അതാണ് സത്യം. സത്യം പറഞ്ഞാൽ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും സത്യം പറഞ്ഞാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഈ സക്കായി ധനികനായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ധനം അവന് ഒരിക്കലും ഒരു സംതൃപ്തി നൽകിയിരുന്നില്ല. പദവികളും അവന് സംതൃപ്തി നൽകിയിരുന്നില്ല. പദവികൾ കിട്ടിക്കഴിഞ്ഞാൽ, കസേര കിട്ടിക്കഴിഞ്ഞാൽ, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ചെയ്യാമെന്നാണ് പലപ്പോഴും ആളുകളുടെ ചിന്ത. അങ്ങനെയൊന്നുമില്ല. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം ചെയ്യാമെന്നൊക്കെ ഉള്ള ഒരു ചിന്ത, വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം കിട്ടിക്കഴിഞ്ഞിട്ട് അവരോട് ചോദിക്കണം. അവരോട് ചോദിച്ചാൽ അറിയാം ഇത് പറ്റുമോ ഇല്ലയോ എന്ന്. പറ്റത്തില്ല. അപ്പോൾ അധികാരം, പദവികൾ എന്നതുകൊണ്ടൊന്നും നമ്മളുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ അത് നമ്മളെ സഹായിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഭൂമിയിലെ ഒരു കാര്യവും നമുക്ക് സംതൃപ്തി തരുന്നില്ല. സൗന്ദര്യവും എഡ്യൂക്കേഷനും എല്ലാം ഇതേപോലെ തന്നെ.